അപ്പോൾ ഈ ലിസ്റ്റ് തയ്യാറാക്കി കഴിയുമ്പോൾ നമ്മൾ ഈ ലിസ്റ്റ് കളയരുത്. കാരണം പിന്നീടുള്ള സ്റ്റെപ്പുകൾക്ക് അടുത്തതായിട്ടുള്ള 5-ാം പടിക്കും പിന്നീടുള്ള 8-ഉം 9-ഉം പടിക്കൊക്കെ ഈ സ്റ്റെപ്പുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കളയാതെ തന്നെ നമ്മൾ ആരും കാണാതെ സാധാരണ എടുത്തു വയ്ക്കുകയാണ് ചെയ്യുക. റിസെൻമെൻറ്റ് എന്ന വാക്ക് ശരിക്കും ഒറിജിനേറ്റ് ചെയ്തത് ഫ്രഞ്ച് വാക്കിൽ നിന്നാണ്. റെസൻഡെയർ എന്നാണ് ഫ്രഞ്ച് വാക്കിൽ അതിന് പറയുന്നത്, അല്ലെങ്കിൽ ലാറ്റിൻ വാക്കുകളിൽ സെൻഡെയർ. അപ്പോൾ ടു ഫീൽ, അതൊരു അഗെയിൻ ഫീൽ, അങ്ങനെയുള്ള ഒരു അർത്ഥത്തിലാണ് റിസെൻമെൻറ്റ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ ആങ്കർ, ദേഷ്യം, അല്ലെങ്കിൽ സ്പൈറ്റ് ആൻഡ് ഹോൾഡിങ് എ ഗഡ്ജ്, മറ്റുള്ളവരോടുള്ള ഒരു വെറുപ്പ് സൂക്ഷിക്കുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അത് റിസെൻമെൻറ്റ് പല ഫ്ലേവറിലായിരിക്കും വരിക. ഫിയർഫുള്ളായിട്ടുള്ള, ഭയത്തോടു കൂടിയ, ഇറിറ്റേറ്റഡ്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ തോന്നുന്ന, സോർ, വളരെ വേദന ഉണ്ടാക്കുന്ന, ബേൺഡ് അപ്പ്, വളരെ വികാരം അല്ലെങ്കിൽ കത്തി ജ്വലിക്കുന്ന രീതിയിൽ, ഫ്രസ്ട്രേറ്റഡ്, നിരാശനായ രീതിയിൽ, ബോർഡ് രീതിയിൽ, ലോൺലി, ഏകാന്തത പോലെ, റെസ്റ്റ്ലെസ്, അല്ലെങ്കിൽ അസ്വസ്ഥനായ രീതിയിൽ, ഡിസ്കണ്ടൻറ്റഡ്, ശുണ്ഠിക്കാരനായ രീതിയിൽ, ഗ്രമ്പി ആയിട്ടുള്ള രീതിയിൽ, ഡിസ്സാറ്റിസ്ഫൈഡ്, സംതൃപ്തിയില്ലാത്ത രീതിയിൽ, ജഡ്ജ്മെൻ്റൽ, മറ്റുള്ളവർ വിധിക്കുന്ന രീതിയിൽ, ആംഗ്രി, ദേഷ്യം, അൺഫോർഗിവിങ്, മറ്റുള്ളവരോട് പൊറുക്കാൻ പറ്റാത്ത രീതിയിൽ, ബ്രോക്കൺ ഹേർട്ടഡ്, ഹൃദയ വേദന ഉണ്ടാക്കുന്നതിൽ, ഹേറ്റ്ഫുൾ, മൊത്തത്തിൽ വെറുപ്പ് ഉണ്ടാകുന്ന രീതിയിൽ, റേസിസ്റ്റ്, ചിലപ്പോൾ റേസിസം പോലെ, പിന്നെ മറ്റുള്ളവരെ ക്രോസ് ചെയ്യുന്ന രീതിയിൽ, ജലസ്, അസൂയുള്ള രീതിയിൽ, എൻവിയസ്, അസൂയ, ശത്രുതാ മനോഭാവത്തിൽ പ്രവർത്തിക്കുന്ന രീതിയിൽ, അങ്ങനെ ഇംപേഷ്യൻ്റ്, ക്ഷമയില്ലാത്ത രീതിയിൽ, സാഡ്, അല്ലെങ്കിൽ സങ്കടകരമായ രീതിയിൽ, ടേസ്റ്റ്, അനോയ്ഡ്, ബൈഗോട്ടഡ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇംഗ്ലീഷിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ റിസെൻമെൻറ്റ് നമ്മുടെ ഉള്ളിൽ വരുന്നത് പല രീതിയിലാണ്. ഒരു 32 ഫ്ലേവറിലാണ് റിസെൻമെൻറ്റ് വരുന്നതെന്ന് പറയാറുണ്ട്. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് വരുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം റിസെൻമെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചിന്താഗതികളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു അഗ്രസീവ് ബിഹേവിയറിലേക്ക് പോവും. നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിനെ വളർത്താൻ ആണ് അത് മാത്രമല്ല, ഡിസയർ ഫോർ റിവെഞ്ച്, പ്രതികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരാഗ്രഹം നമ്മുടെ ഉള്ളിൽ വരും. റിസെൻമെൻറ്റിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ആദ്യത്തെ മാർഗം, ആ റിസെൻമെൻറ്റ് തോന്നുന്ന അല്ലെങ്കിൽ നീരസം തോന്നുന്ന വ്യക്തിയോട് എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്, എനിക്ക് എന്തെങ്കിലും നാണക്കേട് അയാൾ ഉണ്ടാക്കിയതുകൊണ്ടാണോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഭയമുണ്ടോ ആ കാര്യത്തിൽ, അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റാത്ത എന്ത് കാര്യമാണ് അതിനകത്തുള്ളത് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനെ പുറത്തുവിടാൻ തയ്യാറാകുക. അതിനുശേഷം ഒരു എമ്പത്തറ്റിക് ആയിട്ടുള്ള, വളരെ കരുണാപൂർണമായിട്ടുള്ള ഒരു സമീപനം ഞാൻ എടുക്കേണ്ടതുണ്ട്. അങ്ങനെ എടുത്താൽ മാത്രമേ എനിക്ക് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഉള്ളിലുള്ള ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ എനിക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ ഞാൻ ശരിയായി മനസ്സിലാക്കാത്തത് കൊണ്ട് സംഭവിച്ച കാര്യമായിരിക്കാം. അപ്പോൾ അതൊരു എമ്പത്തറ്റിക് ആയിട്ടുള്ള രീതിയിലെടുക്കുകയും ഒരു ഗ്രാറ്റിറ്റ്യൂഡിനെ ഫോക്കസ് ചെയ്യുകയും ചെയ്യും. കാരണം നീരസം ഉള്ള ആളുകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അവിടെ തന്നെ നിറങ്ങിക്കാതെ മുന്നോട്ട് പോകണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ നെഗറ്റീവ് ഫീലിംഗിൽ നിന്നെല്ലാം മാറി ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കും. റിസെൻമെൻറ്റിനെ കുറിച്ച് വിവരിച്ചിരിക്കുന്നത് ഹൗ ഇറ്റ് വർക്ക്സ്, അല്ലെങ്കിൽ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന 64 മുതൽ 66 വരെയുള്ള പേജുകളിൽ ഉണ്ടാകുന്ന 8 പാരഗ്രാഫുകളിലായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. 12 നമ്മൾ ഈ ലിസ്റ്റിനെ കുറിച്ചൊന്നും വിവരിക്കുന്നില്ലെങ്കിലും നമ്മളൊരു ഇൻവെൻട്രി എടുക്കുന്നതിന്, അല്ലെങ്കിൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ് എടുക്കുന്നതിനെ പറ്റി 12 12 പടികളും 12 പാരമ്പര്യങ്ങളും എന്ന ബുക്കിൽ സ്റ്റെപ്പ് 4 പറ്റി പറയുന്നുണ്ട്. ഒരിക്കൽ കൂടി നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ആൽക്കഹോളിസം നമ്മൾ എത്തുന്നത് ഒരു ലോഡ് ഭാണ്ഡക്കെട്ടുമായിട്ടാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഉണ്ടായ നാണക്കേട്, കുറ്റബോധം, അല്ലെങ്കിൽ ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് വേദനകൾ, ഇതെല്ലാം കൈപിടിച്ചാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കഴിയുന്നത്. അപ്പോൾ 4-ാം പടി നമ്മളെ സഹായിക്കുന്നത് ഇത്തരം കുഴപ്പം പിടിച്ച ഭൂതകാലത്തിൽ നിന്ന് ഒരു കാരുണ്യമുള്ള, വളരെ ദയാപൂർണമായ ജീവിതം നയിക്കാവുന്ന
ഒരു മനുഷ്യനായി മാറ്റാവുന്ന രീതിയിൽ നമ്മളെ മാറ്റിയെടുക്കുന്നതിനാണ് സ്റ്റെപ്പ് 4 നമ്മളെ സഹായിക്കുന്നത്. പലപ്പോഴും നമ്മൾ എയിൽ വരുന്നതിന് മുമ്പ് ചിന്തിച്ചിരുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ നല്ലതാണ്, അല്ലെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ ജീവിച്ചിരുന്നതാണ്. പക്ഷേ എയിൽ എത്തിക്കഴിഞ്ഞ് ഈ ലിസ്റ്റ് തയ്യാറാക്കി കഴിയുമ്പോൾ, പ്രത്യേകിച്ച് റിസൈൻമെൻറ്റിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ചെയ്ത പല കാര്യങ്ങളും തെറ്റായിരുന്നുവെന്നും നമ്മൾ അത്രമാത്രം നമ്മുടെ നല്ലവരായിരുന്നില്ല എന്നും നമ്മൾ കണ്ടെത്തി നമ്മുടെ ക്യാരക്ടർ ഡിഫക്ട്സിൻ്റെ ഗുണദോഷങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ അസറ്റും ലയബിലിറ്റിയും ഒക്കെ പരിശോധിച്ച് നമ്മുടെ ശരിയായ പ്രശ്നത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആദ്യത്തെ കുടിയിൽ നിന്ന് നമ്മൾ ആദ്യത്തെ കുടി എടുക്കാതിരിക്കാനായിട്ട് നമ്മൾക്ക് വേണ്ടി ഒരു മതിൽ പണിയുക, അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആർച്ച് പണിയുന്നതിലേക്കായിട്ടാണ് സ്റ്റെപ്പ് 4. നമ്മൾ സ്റ്റെപ്പ് 4ൻ്റെ ഒരു കല്ല് ഉപയോഗിച്ചാണ് ആർച്ചിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. സ്റ്റെപ്പ് 1, 2, 3ൽ ആണിക്കല്ല്, മൂലക്കല്ല്, അടിക്കല്ല് എന്ന് പറഞ്ഞ് കണ്ടു. അതിനുശേഷം ഉണ്ടാകുന്ന മറ്റൊരു കല്ല് തന്നെയാണ് സ്റ്റെപ്പ് 4. അപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിൽ, ഭയചകിതനായ അവസ്ഥയിൽ, ഒരിക്കലും നമ്മുടെ ജീവിതമോ മാറില്ല എന്നുള്ള ഒരു ചിന്തയിലൊക്കെ കടന്നു വരുന്ന ഒരു അംഗത്തിനോട് നിന്നെ ഇനി ഒരിക്കലും കുടിയിലേക്ക് കടത്തി വിടുകയില്ല എന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത് സ്റ്റെപ്പ് 4 ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ധൈര്യത്തിലൂടെ കൂടിയാണ്. കാരണം നമുക്കറിയാം നമുക്കൊരു രോഗമുണ്ട്, പക്ഷെ ആ രോഗത്തിന് നമ്മളല്ല ഉത്തരവാദി, അല്ലെങ്കിൽ ഒരു ആൽക്കഹോളിക്കായി തീർന്നതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്കല്ല. കാരണം നമ്മുടെ ശരീരം അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതായതുകൊണ്ടാണ് നമ്മൾ ആൽക്കഹോളിക്കായി മാറിയത്. പക്ഷേ പിന്നീട് ഉണ്ടാകുന്ന ആൽക്കഹോളിക്കാണ് എന്ന് തിരിച്ചതിന് ശേഷം നമ്മൾ ആ രോഗത്തെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഉത്തരവാദിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് അദ്ദേഹത്തിൻ്റെ ഭക്ഷണം നിയന്ത്രിക്കേണ്ടതുണ്ട്, ഡോക്ടർ നൽകിയ മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കേണ്ടതുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ആ ഡയബറ്റിക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് റിക്കവറി നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആൽക്കഹോളിസം നമ്മുടെ ഉത്തരവാദിത്തം അല്ലെങ്കിലും വി ആർ റെസ്പോൺസിബിൾ ഫോർ അവർ റിക്കവറി, നമ്മുടെ മോചനം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇനി നമുക്ക് ദർ ഈസ് നോ ലോങ്ങർ എക്സ്ക്യൂസസ് എന്ന് പറയും. നമുക്കിനി അതിനകത്തൊരു ന്യായീകരണം കണ്ടുപിടിക്കാനില്ല. കാരണം നമ്മളിപ്പോഴേ റിയലൈസ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞു എങ്ങനെയാണ് സ്റ്റെപ്സ് എടുക്കേണ്ടത്, എങ്ങനെയാണ് ഡെയിലി ബേസിൽ ഈ സ്റ്റെപ്പുകൾ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഈ രോഗം സ്പിരിച്വലി, ഇമോഷണലി, ഫിസിക്കലി എന്നെ ബാധിക്കുന്ന ഒരു രോഗമാണ്, അല്ലെങ്കിൽ മാനസികവും ശാരീരികവും ആത്മീയമായ രോഗമാണ്. അതിൽ നിന്ന് മോചനം നേടാനായിട്ട് ഞാൻ ശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരിശീലനം ഞാൻ കൃത്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ ചെയ്യേണ്ടതാണ്, ആക്ഷനാണ്. 1, 2, 3 പടിയിൽ വളരെ ആക്ഷൻ വരുന്നില്ല എങ്കിലും സ്റ്റെപ്പ് 4ൽ റൈറ്റിംഗ്, അല്ലെങ്കിൽ എഴുതുക എന്നുള്ള ഒരു ആക്ഷൻ ഞാൻ എടുക്കേണ്ടതുണ്ട്. അത് ഞാൻ അധിക സമയമെടുക്കാതെ നെക്സ്റ്റ് അടുത്തതായി തന്നെ 3-ാം പടി കഴിഞ്ഞ് ഉടനെ തന്നെ ചെയ്യേണ്ടതാണ്. ഇനി ഒരാൾ ചിന്തിക്കുകയാണ്, ഞാനിപ്പോൾ 8, 10 വർഷം കഴിഞ്ഞു, ഞാൻ സ്റ്റെപ്പ് 4 എഴുതി ചെയ്തിട്ടില്ല, ഓക്കെ, അതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കാം എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷേ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇതൊന്ന് എഴുതി ചെയ്തു നോക്കൂ. എത്ര മനോഹരമായിട്ടാണ് ബിഗ് ബുക്കിൽ അതിൻ്റെ കൃത്യമായിട്ട് അടുത്തത് എന്ന രീതിയിൽ ഓരോ പട്ടിക തയ്യാറാക്കുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അത് തയ്യാറാക്കാൻ സാധിച്ചാൽ നമുക്ക് നമ്മുടെ ലോങ് ടൈം സോബറിറ്റി നിലനിർത്താനായിട്ടും ജീവിക്കുന്ന കാലത്തും, അത് കുടിയിൽ നിന്ന് മാറി നിൽക്കുന്നതല്ല നമുക്ക് എല്ലാവർക്കും അറിയാം. വെറുതെ ഒരു മദ്യാസക്തിയിൽ നിന്ന് മാറിയ, അല്ലെങ്കിൽ മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കുന്നതല്ല വളരെ സന്തോഷവും സമാധാനവും, അല്ലെങ്കിൽ ഫ്രീ, ഹാപ്പി, ജോയ്സ് ആൻഡ് ഫ്രീ, സ്വാതന്ത്ര്യം, സന്തോഷം, ഹാപ്പി, ജോയ്സ് ആൻഡ് ഫ്രീ, ആനന്ദം. അപ്പം ഈ 3 കൂടി കിട്ടുന്ന സന്തോഷം, സ്വാതന്ത്ര്യം, ആനന്ദം, ഈ 3 കൂടി കിട്ടുന്ന തരത്തിലേക്ക് ഒരു ആൽക്കഹോളിക്കിന് എത്തിച്ച് കൊടുക്കുന്നതാണ് എയുടെ സ്റ്റെപ്പുകൾ. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പുകൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അത് എല്ലാ ദിവസവും, അല്ലെങ്കിൽ ഓരോ നിമിഷവും ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറ്റും, റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ ആൻഡ് ഡിസ്കണ്ടന്റ്, നമ്മൾ അസ്വസ്ഥരും ശുണ്ഠിക്കാരും അസംതൃപ്തരുമായി തുടർന്നുകൊണ്ട്
നമുക്ക് ഒരു സെറേനിറ്റി അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ സോബറാണെന്ന് പുറത്തൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും നമ്മുടെ ഉള്ളിൽ അത് ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് സ്റ്റെപ്പ് 4 നമ്മൾ എഴുതാൻ തയ്യാറാക്കണം. എന്തൊക്കെ റീസൺസ് നമുക്കുണ്ടെങ്കിലും നമ്മൾ എഴുതാൻ തയ്യാറാകണം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ റിസെൻമെൻറ്റിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അടുത്തത് ഭയമാണ്. അത് അടുത്ത മീറ്റിങ്ങിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒരു പേപ്പർ എടുത്തിട്ട് പേന എടുത്തിട്ട് നമ്മുടെ ഒരു ഈ പീപ്പിൾ പ്ലേസ് ആൻഡ് തിങ്സ്, അല്ലെങ്കിൽ ആരൊക്കെ ഞാൻ ഉപദ്രവിച്ചോ, അല്ലെങ്കിൽ ആരോടെല്ലാം എനിക്ക് പ്രശ്നങ്ങളുണ്ടായോ, അതൊന്ന് എഴുതി തുടങ്ങി അടുത്ത ഇതിൽ എന്തുകോ കാരണത്താലാണ് അതങ്ങനെ ഉണ്ടായതെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അടുത്ത പേജിൽ അടുത്ത കോളത്തിൽ ഞാൻ എന്താണ് അതിനു വേണ്ടി ചെയ്തത്, ഇങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിനുശേഷം അടുത്ത മീറ്റിങ്ങിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഭയത്തെക്കുറിച്ചും അതിനെ തുടർന്ന് വരുന്ന ഇൻവെൻട്രിയെക്കുറിച്ചുമൊക്കെ നമുക്ക് സംസാരിക്കാം. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ എനിക്കും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും എൻ്റെ ബ്രെയിനിലേക്കും ഇതൊക്കെ രജിസ്റ്റർ ചെയ്യാനും കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ എഴുതി ചെയ്ത കാര്യങ്ങൾ ഓർക്കാനൊക്കെ ആയിട്ട് എനിക്ക് സാധിക്കുന്നതിന് ദൈവത്തിന് ഒരവസരം തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം ഇന്നത്തെ 4th സ്റ്റെപ്പ് എന്നോടൊപ്പം കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.